ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താറിന് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കുമായിട്ടാണ്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇതുവരെ ആരും ട്രൈ ചെയ്യാത്തൊരു സ്നാക്കാണെന്ന് തന്നെ പറയാം കേട്ടോ. എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടറിന് പകരം നമുക്ക് സൺഫ്ലവർ ഓയിലും എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലാണ് ചേർക്കുന്നത്. പാല് ചൂടാവുന്നതോടൊപ്പം തന്നെ ബട്ടർ ഒന്ന് മെൽറ്റായി കിട്ടിക്കോളും. അപ്പോൾ ബട്ടറൊക്കെ ഇപ്പോൾ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്, പാല് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ 1 കപ്പ്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കിയെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ നമ്മളിത് ഇളക്കിയെടുക്കാൻ. അപ്പോൾ കുറഞ്ഞ തീയിലിട്ട് കൈ വിടാതെ ഇളക്കി കൊടുത്തതൊന്ന് വാട്ടിയെടുക്കണം. നമ്മൾ പത്തിരിക്കൊക്കെ മാവ് വാട്ടിയെടുക്കൂലേ, അതുപോലെയാണ് ഇതും വാട്ടിയെടുത്തിട്ടുള്ളത്. കുറച്ച് സമയം മതി, അധികം സമയമൊന്നും വേണ്ട, ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്കൊരു മുട്ട ചേർക്കുന്നുണ്ട്. അപ്പോൾ മുട്ട പൊട്ടിച്ചിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ മിക്സ് ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആവാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചേർക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ജസ്റ്റ് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്നൊരു പരുവല്ലേ, അതുപോലെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 പൊട്ടറ്റോ ബോയിൽ ചെയ്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഉടച്ചിട്ടാണ് ചേർക്കുന്നത്. വലിയ 2 പൊട്ടറ്റോയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ചിക്കനാണ് ചേർക്കുന്നത്. ഉപ്പ് മാത്രമായിട്ട് വേവിച്ചതിന് ശേഷം കൈകൊണ്ടൊന്ന് പിച്ചെടുത്ത ചിക്കനാണിത്. പിച്ചെടുത്തതിന് ശേഷം 1 കപ്പ് ഉണ്ട്. പിന്നെ ഉപ്പിട്ട് കൊടുക്കുക. ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്. പൊട്ടറ്റോയിലും അതേപോലെ മൈദ മിക്സിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. പിന്നെ മല്ലിയില ചേർക്കുന്നുണ്ട്. മല്ലിയില ചെറുതായി കട്ട് ചെയ്തത് 2-3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക. എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരണം. പൊട്ടറ്റോയും ചിക്കനും അതുപോലെ ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള മൈദ മിക്സൊക്കെ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കുക. ഞാനിപ്പോൾ ഒരു സ്ക്വയർ ടൈപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള കബാബാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കബാബിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയാലും മതി, അതായത് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ അല്ലെങ്കിൽ ബോൾസിൻ്റെ ഷേപ്പിലും ആക്കിയെടുക്കാം. അപ്പോൾ ഒരെണ്ണം അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാനിപ്പോൾ ഇതുപോലെ സ്ക്വയർ ടൈപ്പിലാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് കബാബ് പ്ലസ് കട്ട്ലറ്റാണ് കേട്ടോ, രണ്ടിൻ്റെയും കൂടി ഒരു ഫ്യൂഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇത് എഗ്ഗ് മിക്സിലൊന്ന് മുക്കുന്നുണ്ട്. ഞാനൊരു മുട്ടയും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതാണിത്. ഇനിയിപ്പോൾ പാല് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എഗ്ഗ് മിക്സിൽ മുക്കിയതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അത് ബ്രെഡിൻ്റെ അരികുവശമൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നത് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് പൊടിച്ചെടുത്തതാണ്. അതിലാണ് ഞാനിപ്പോൾ കോട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കബാബിൻ്റെ പോലെ ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ കട്ട്ലറ്റിൻ്റെ പോലെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതൊരു വെറൈറ്റി കട്ട്ലറ്റാണെന്നും പറയാം കബാബാണെന്നും പറയാമെന്ന് പറഞ്ഞത് കേട്ടോ. അങ്ങനെ മൊത്തത്തിലൊരു വെറൈറ്റി സ്നാക്കാണ്. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യുക. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി, കാരണം എല്ലാം ആദ്യം തന്നെ കുക്കാക്കിയതാണ് നമ്മൾ. അപ്പോൾ ഇനി ജസ്റ്റ് പുറമൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോൾ എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഇഫ്താർ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ് കേട്ടോ. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു സ്നാക്കൊന്നും അല്ല, കുറച്ച് വെറൈറ്റി തന്നെയാണ്. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്ന് വിജയിയെ തിരഞ്ഞെടുത്തിട്ട് ഓവനാണ് സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ 3 ലക്ഷം ആവാനായിട്ടുണ്ട്. ഒരു 2-3 ദിവസം കൊണ്ട് മിക്കവാറും ആവുമായിരിക്കും. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോസൊക്കെ ഫുള്ളായിട്ടൊന്ന് കാണുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി ഇഫ്താർ റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.